ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്, ഡോപ്പയെന്നാണ്. നമ്മൾ ഈ നീറ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് +2 റിസൾട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ +2 റിസൾട്ടും അല്ലെങ്കിൽ അവിടെ കിട്ടിയ മാർക്കും നമ്മളുടെ അംബീഷൻസ് അല്ലെങ്കിൽ പാഷൻസൊക്കെ തമ്മിൽ എന്താ ബന്ധമുള്ളത് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഇതിനെപ്പറ്റി പറയാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുഴുവനായിട്ട് കാണണം എന്നുള്ള കാര്യം ആദ്യം പറയുകയാണ്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +2 റിസൾട്ടും നമ്മുടെ അംബീഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡയറക്റ്റ്ലി റിലേറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി നീറ്റ് എക്സാം പോലത്തെ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ടാസ്ക്കാണ്, ഒരു വലിയ ടാസ്ക്കാണ്. നീറ്റ് +2നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ വലിപ്പമുള്ള ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്കിലേക്ക് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഇതിന് മുന്നേ കിട്ടിയ ചെറിയ ടാസ്ക് ആയിരുന്ന +2 എത്രത്തോളം സമർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമ്മൾ ആ സാധനം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ +2 അടിപൊളിയായിട്ട് തീർത്ത ഒരാളാണ് ഒരു 90%, 95% അല്ലെങ്കിൽ 99%, 100% ഒക്കെ മാർക്ക് വാങ്ങിയ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ടാസ്കുകൾ അടിപൊളിയായിട്ട് തീർത്ത ഒരാളാണ്. അപ്പോൾ ഇനി വരുന്ന വലിയ ടാസ്കിനെ അയാൾക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പറ്റും എന്നുള്ള കാര്യം ഓൾറെഡി പ്രൂവ് ചെയ്ത ആളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ +2 നമുക്ക് കിട്ടിയിട്ടുള്ള ബേസിക് നോളജ്, +1 +2 എന്ന് കിട്ടിയിട്ടുള്ള, അപ്പോൾ അതേ ചാപ്റ്റേഴ്സ് തന്നെയാണല്ലോ നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ബേസിക് നോളജ് നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ നേരെ തിരിച്ചിട്ട് +2 മാർക്ക് ഇല്ലാത്ത ഒരാളാണ്, അതായത് മാർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ കുറച്ച് കുറവായി, 90%-ൻ്റെ താഴേക്കാണ്, 80 ആണ്, 70 ആണ്, 60 ആണ് എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് മുന്നിലുള്ള ചലഞ്ചുകൾ രണ്ടെണ്ണമാണ്. കാരണം ഇതിന് മുന്നേയുള്ള ഈ +2 12th എന്ന് പറഞ്ഞ ചലഞ്ച് എത്രത്തോളം അടിപൊളിയായിട്ടാണ് നമ്മൾ തീർത്തത് എന്നുള്ള ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഉഴപ്പ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചലഞ്ച് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഉഴപ്പിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അവിടെ ഞാൻ ഉഴപ്പിപ്പോയതാണ്, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഉഴപ്പിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം, ഒരു വലിയ ടാസ്ക് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സാധനങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ സാധനം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഉഴപ്പിപ്പോയി, ഒരു പ്രാവശ്യം അതുവരെയുള്ള മാർക്ക് സാധനങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, അറിയില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് കൊണ്ട് വിട്ടുപോകും എന്നുള്ള രൂപത്തിൽ വിചാരിച്ചിരിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് ഇവിടെ മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് അത് ഇംപ്രവൈസ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം എന്തായാലും ഉണ്ട്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ +1 +2 കിട്ടേണ്ട ബേസിക്സ് തന്നെയാണ്. ആ സാധനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ കുറച്ചധികം ടൈറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ആ ബേസിക്സും കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി നമ്മൾ എടുക്കേണ്ടി വരും. അതായത് +2ന് ഫുൾ മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു 90% മേളിലൊക്കെ സ്കോർ ചെയ്ത ആളുകൾ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ബേസിക്സും കൂടി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇനി റിസൾട്ട്സിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തുടക്കത്തിലുള്ള കാര്യം പറയുകയാണ്, നമ്മൾ നീറ്റ് പോലെയുള്ള കാര്യങ്ങളുടെ റിസൾട്ടിലേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ +2 100% മാർക്കുള്ള ആളുകൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നല്ല ഉഷാറായിട്ട് ഫെയിൽ ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 12th പഠിക്കുന്ന അതേ രൂപത്തിൽ തന്നെ, 12th അവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നല്ലോ, 100%, 99% കിട്ടിയല്ലോ. ആ ഒരു രൂപത്തിൽ തന്നെ അടുത്ത ഒരു ലെവലിലേക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതായത് നമ്മൾ ക്ലാസ് കേൾക്കുന്നു, നോട്ട് കിട്ടുന്നു, ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നു, ഇത് കാണാതെ പഠിക്കുന്നു, പലതവണ പഠിക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ പോയി എക്സാം എഴുതുന്നു. തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത് മതിയാവില്ല. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ നല്ല ഉഷാറായിട്ട് തന്നെ ഫെയിലായി പോകും. കഴിഞ്ഞ ദിവസം ഞാൻ 2 കുട്ടികളുടെ ഇൻ്റർവ്യൂ, അത് ഡോപ്പയിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വരാനുള്ളതാണ്. കുട്ടികളുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒരു കുട്ടിയുടെ പേര് ഹരിഗോവിന്ദ് പി എന്നാണ്. ഹരിഗോവിന്ദിൻ്റെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ റഷ്യാൻ ഇസ്മ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇൻ്റർവ്യൂ വരാനുണ്ട്. ഹരിഗോവിന്ദിൻ്റെ +2% മാർക്ക് 79% മാർക്കായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു മാർക്കാണ് കേട്ടോ, 79 ആണ്. റഷ്യേൻ്റെ മാർക്ക് ഉണ്ടായിരുന്നത് 82% മാർക്കാണ്. ഈ 82% മാർക്കും 79% മാർക്കുള്ള ഈ കുട്ടികൾ അവർ വളരെ അടിപൊളിയായിട്ട് 667 മാർക്കാണ് ഹരിഗോവിന്ദ്, 690 മാർക്കാണ് നഷ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ, അതായത് മാർക്ക് കുറവുള്ള കുട്ടികൾ നല്ലതായിട്ട് അച്ചീവ് ചെയ്യുന്നതും കാണാറുണ്ട്. ഇനി മാർക്ക് കൂടുതലുള്ള കുട്ടികൾ നല്ലോണം ഫെയിൽ ആവുന്നതും കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ് ഇല്ലേ, അതായത് ബേസിക്സ് ഉണ്ടാവും, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഉഴപ്പുണ്ടായിരുന്നില്ല എന്നുള്ള പോയിന്റിനൊക്കെ ഔട്ട്വേ ചെയ്യുന്ന തരത്തിൽ റിസൾട്ട്സും വരാറുണ്ട്. അവിടുത്തെ റിസൾട്ട്സ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ട്രാറ്റജീസ് തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴിയുടെ ഉള്ളിൽ കൂടി പോകുന്ന ആൾക്കാർ കറക്റ്റായിട്ട് കയറി ചെയ്യും, ആ വഴി തെറ്റി പോകുന്ന ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് ഫെയിൽ ആവുകയും ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി എന്നോട് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, +2 മാർക്ക് കൂടുതലുണ്ട്, ഞാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, മെഡിക്കൽ എൻട്രൻസോ എഞ്ചിനീയറിംഗ് എൻട്രൻസോ ഒക്കെ ട്രൈ ചെയ്യണം,
ഇനി മാർക്ക് കുറവാണ്, ഇനി അങ്ങനത്തെ ഒരു എൻട്രൻസ് എക്സാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം, മാർക്ക് കൂടുതലോ കുറവോ എന്നുള്ളതിനേക്കാൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് എത്ര ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട്, അതിൻ്റെ സ്ട്രാറ്റജീസ് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളതാണ് റിസൾട്ടിലേക്ക് വരിക. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് കമൻറ്റിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയധികം മാർക്കുള്ള ആൾക്കാർ ഫെയിൽ ആവുന്നുള്ളത്. ബേസിക് തിങ് ഈ സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. സോ കൃത്യമായ ഗൈഡൻസ് കിട്ടുന്ന, കൃത്യമായ രൂപത്തിൽ സ്ട്രാറ്റജൈസ് ചെയ്ത് കൊടുക്കുന്ന, കൃത്യമായ നിലയിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത്, ഒരു സെൻറ്ററിൽ, ഡോപ്പയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാനിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? +2 മാർക്ക് കൂടുതലുള്ളവർക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജുകളുണ്ട്, കുറഞ്ഞ ആളുകൾക്ക് എന്തെല്ലാം ഡിസ്അഡ്വാൻറ്റേജുകളുണ്ട്, ഇനി കൂടിയവർക്ക് മാത്രമാണോ ഇതൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം താഴെ എന്തായാലും കമൻറ്റ് ചെയ്തോ. ആൻഡ് ഫൈനൽ വേർഡ് എന്നോട് ചോദിക്കുകയാണ്, ഒരു കൺക്ലൂഷൻ ചോദിക്കുകയാണെങ്കിൽ 12th മാർക്ക് ഡസിൻ ഡിറ്റർമിൻ യുവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. 12th എത്രയാണോ കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. 12th എത്ര A+ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ ഡോക്ടറാവോ എഞ്ചിനീയറാവോ സിവിൽ സർവീസുകാരനാവോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവുക. ഇതൊക്കെ നിങ്ങളുടെ അംബീഷനാണ്. ബേസിക്കലി നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ വർത്തമാനം പറയുന്ന എനിക്ക് 12th ഫുൾ A+ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് 90% മാർക്ക് കഷ്ടി തികയ്ക്കാൻ വേണ്ടി മാത്രം പറ്റിയിട്ടുള്ള ഒരാളാണ്. എന്നേക്കാൾ ഒരുപാട് മാർക്കുള്ള ഒരുപാട് ആളുകളേക്കാൾ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഇവിടെ എത്തി നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ആലോചിച്ച് നോക്കൂ. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.